الرجيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. وأيضا قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയ വിശ്വാസിനികളെ, പടച്ചനാഥൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കികളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഗ്രഹത്തോടെയും ആനന്ദത്തോടെയും അള്ളാഹുവിൻ്റെ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. 2023 കലണ്ടർ നമ്മുടെ വീടിൻ്റെ ഭിത്തികളിൽ നിന്ന് മാറി 2024 കലണ്ടർ നാം സ്ഥാപിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത, എൻ്റെ ആയുസ്സിൽ നിന്നും ഒരു വർഷക്കാലം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. 2023 എന്നോടൊപ്പം ഉണ്ടായിരുന്ന എൻ്റെ മാതാപിതാക്കളിൽ പലരും, എൻ്റെ സഹോദരങ്ങളിൽ പലരും, എൻ്റെ സുഹൃത്തുക്കളിൽ പലരും അള്ളാഹുവിൻ്റെ പരലോകത്തേക്ക് പറന്നു നീങ്ങിയിട്ടും 2024 പ്രവേശിക്കുവാനുള്ള ആയുസ്സും ആരോഗ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും നൽകി. ഇത്തരുണത്തിൽ നാം ചിന്തിക്കേണ്ടത്, ഈ കഴിഞ്ഞുപോയ ഈ 2023 ഈ വർഷം അള്ളാഹുവിൻ്റെ പടച്ചനാഥൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് എൻ്റെ ജീവിതം അത് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ? ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷക്കാലം കഴിയുമ്പോൾ ആ കച്ചവടക്കാരൻ അദ്ദേഹത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ വാടകയും ജീവനക്കാരുടെ ശമ്പളവും ഒക്കെ കൂട്ടി നോക്കിയിട്ട് ഇത് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നൊരു കണക്കെടുപ്പ് നടത്താറുണ്ട്. അതുപോലെ വിശ്വാസികളാകുന്ന നാം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കണക്കെടുപ്പ് നടത്തണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലയോ അള്ളാഹുവിൻ്റെ വിശ്വാസികളായ ദാസന്മാരെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, ഈ 2023 ഈ വർഷം വൽതൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി എൻ്റെ സമ്പത്തും സന്താനങ്ങളും ഉപകാരപ്പെടാത്ത ഈ ഭൗതികമായ ഈ കാണുന്നതൊന്നും എനിക്ക് ഉപകാരപ്പെടാത്ത പരലോകത്ത്, ആ പരലോകത്തിൻ്റെ കണക്കെടുപ്പിൽ വൽതൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി നിന്റെ കയ്യിലെ മുന്നൊരുക്കം സൽക്കർമ്മങ്ങളുടെ ആ കണക്കെടുപ്പ് നടത്തുമ്പോൾ
എന്തുണ്ട് നിന്റെ കയ്യിലെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, 60 വർഷം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നേറുപകുതി ഒരു 10-20 വർഷം ഉറക്കത്തിലാണ്, രാത്രിയുടെ ഉറക്കത്തിലാണ്. ഒരു 10 വർഷക്കാലം കുട്ടിക്കാലമാണ്. പിന്നീട് വരുന്ന ഒരു 10 വർഷക്കാലം യൗവനമാണ്. പിന്നീട് വരുന്ന ഒരു 10 വർഷക്കാലം പ്രായാധിക്യത്തിൻ്റെ ശയ്യാവലംബിയാണ്. 60 വർഷം ജീവിക്കുന്ന ഒരു സത്യവിശ്വാസിക്ക് അയാളുടെ കണക്കെടുപ്പ് നടത്തുമ്പോൾ ഒരു 5 വർഷക്കാലം, പ്രിയമുള്ളവരെ, നാം ആലോചിക്കുക. ഒരു പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കഴിഞ്ഞുപോയ വർഷത്തിലെ പരിശുദ്ധമായ റമളാനിന്റെ നോമ്പുകൾ, അതുപോലെ ഫർളായ നമസ്കാരങ്ങൾ, എൻ്റെ നിർബന്ധമായ സക്കാത്ത്, ധനവും ആരോഗ്യവും സമ്പത്തും എല്ലാം ഉണ്ടായിട്ടും 2024 പ്രവേശിച്ചിട്ടും ഇതുവരെയും ഹജ്ജിനെ കുറിച്ച് നാം ആലോചിക്കുന്നുണ്ടോ എന്ന ഒരു പുതിയ ചിന്തയാണ് ഒരു പുതുവർഷം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വിശ്വാസിയിൽ ഉണ്ടാകേണ്ടത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓരോ പ്രഭാതവും അല്ലാഹു നമുക്ക് ആയുസ്സിൽ നിന്നും നീട്ടിത്തന്ന ഒരു പുതിയ ദിനമാണ്. ഓരോ പ്രഭാതവും നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്, അന ഖൽഖുൻ ജദീദ്, ഞാനൊരു പുതിയ ദിവസമാണ്. വഅല അമലിക ഷഹീദ്, ഞാൻ നിന്റെ കർമ്മങ്ങളുടെ മേൽ സാക്ഷിയാണ്. അതുകൊണ്ട് ഫഗ്തനിം, നീ വളരെ ശ്രദ്ധയോടെ, നീ ഒറ്റയ്ക്കാകുന്ന ഖബറിലും പരലോകത്തും നിനക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഈ കഴിഞ്ഞു പോകുന്ന മണിക്കൂറുകളും ആഴ്ചകളും സമയങ്ങളും നീ ഉപയോഗപ്പെടുത്തണം. ഈ കഴിഞ്ഞുപോയ ദിവസങ്ങളും ദിനരാത്രങ്ങളും നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ ലാ യറുദ്ദു ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെയും ഈ മണിക്കൂറുകളും ഈ ദിനരാത്രങ്ങളും ഒരിക്കലും മടങ്ങി വരികയില്ല. പ്രിയമുള്ളവരെ, ഈ അവസരങ്ങളൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഈ അവസരങ്ങൾ നാം ഉപയോഗപ്പെടുത്തണം. റബ്ബ് ചോദിക്കും, നീ എത്ര കാലം ഈ ലോകത്ത് ജീവിച്ചു, നീ എത്ര നാൾ ഇവിടെ ജീവിച്ചു എന്ന് ചോദിക്കുമ്പോൾ മനുഷ്യൻ വിളിച്ചു പറയും, ഓരോ മനുഷ്യരും പറയും, ഇല്ലബിസ്തും, ഇല്ല, ഞാൻ ജീവിച്ചത് ഒരു ദിവസമോ അതിൻ്റെ പകുതിയോ ഇവിടെ ജീവിച്ചതുപോലെ. കൃത്യമായി അറിയുന്നവരോട് ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖാല ഇൻ ലബിസ്തും ഇല്ലാ ഖലീല ലൗ അന്നകും തഅലമൂൻ. മനുഷ്യരെ, വിശ്വാസികളെ, ഇൻ ലബിസ്തും ഇല്ലാ ഖലീല, നിങ്ങൾ വളരെ കുറഞ്ഞ നാളുകളാണ്, കുറച്ചു സമയമാണ് നിന്റെ ഈ കാലയളവിൽ ഈ ഭൂമിയിൽ നീ ജീവിച്ചത്. ലൗ അന്നകും കുന്തും തഅലമൂൻ, അതിനെക്കുറിച്ച് നീ ഒന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ഈ നൈമക്ഷികമായ ഈ കാണുന്ന താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി വിശ്വാസങ്ങളെ, അതുപോലെ ഒരു വിശ്വാസിയിലേക്ക് കടന്നു വരുന്ന ആഘോഷങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, സഹോദര സമുദായ അംഗങ്ങളിലേക്ക് കടന്നു വരുന്ന ആഘോഷങ്ങളുണ്ട്. എന്നാൽ ഈ കാണുന്ന താൽക്കാലികമായ ലോകത്ത് താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി പൗരോഹിത്യം, മറ്റു തര ആഘോഷങ്ങളിലും വിശ്വാസികൾക്ക് പങ്കെടുക്കാമെന്ന് തൗഹീദിന്റെ കണ്ഠനാടിയിൽ കത്തിവെക്കുമ്പോൾ, പ്രിയമുള്ളവരെ, വിശ്വാസികൾക്ക് ഒരു മുഅ്മിനിന്റെ തൗഹീദിനെ കുറിച്ച് ആത്മാവ് വേർപെടുന്നതുവരെയും മറ്റു തര ആഘോഷങ്ങളിലേക്കും മറ്റു തര ആരാധനകളിലേക്കും കടന്നു പോകാതെ എൻ്റെ ആദർശവും എൻ്റെ വിശ്വാസവും ഞാൻ മുറുകെ പിടിക്കേണ്ടതുണ്ട് എന്ന ബോധ്യം ഓരോ വിശ്വാസികളിലും ആത്മാവ് വേർപെടുന്നവരെയും ഉണ്ടാകണം. പ്രിയമുള്ളവരെ, നമുക്ക് കിട്ടിയ ഈ അവസരങ്ങളെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പരലോകത്ത് നമ്മളോട് വിചാരണ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. ഓരോ മനുഷ്യരുടെയും ജീവിതത്തിലെ 2 സുപ്രധാനമായ അനുഗ്രഹങ്ങളെ കുറിച്ച് മനുഷ്യരിൽ ബഹുഭൂരിപക്ഷവും അശ്രദ്ധയിലാണ്. ഏതൊക്കെയാണ് 2 അനുഗ്രഹങ്ങൾ? അസ്സിഹ്ഹത്തു വൽ ഫറാഗ. ഒന്നാമത്തത് സിഹ്ഹത്താണ്,
ആരോഗ്യമാണ്, ആരോഗ്യമുള്ള കാലമാണ്, യൗവനമാണ്. രണ്ടാമത്തത് ഒഴിവ് സമയമാണ്. പ്രിയമുള്ളവരെ, ആരോഗ്യം അല്ലാഹുവിൻ്റെ അതിമഹത്തായ ഒരു അനുഗ്രഹമാണ്. ഒരു പുതിയ വർഷത്തിലേക്ക് നാം കാലെടുത്തു വെക്കുമ്പോൾ നമുക്ക് ഇന്നും ആരോഗ്യവും ആഫിയത്തും അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്. ആരോഗ്യമുള്ളത് കൊണ്ടാണ് ഈ പള്ളിയുടെ സ്റ്റെപ്പുകൾ ഓരോന്നും മറ്റൊരാളുടെ പരസഹായം കൂടാതെ കയറുകയും അല്ലാഹുവിൻ്റെ മുന്നിൽ നമസ്കരിക്കുകയും ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിയുകയും ചെയ്തത്. എന്നാൽ നാം ചിന്തിക്കേണ്ടത്, എത്രയോ സഹോദരങ്ങളാണ് രാത്രിയിൽ വീട്ടിലൊന്ന് ഉറക്കത്തിലേക്ക് പോയതാണ്. രാവിലെ പ്രഭാത നമസ്കാരത്തിന് മുമ്പൊന്ന് എഴുന്നേൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത്, ഭാര്യ വിളിക്കുമ്പോ, മക്കൾ വിളിക്കുമ്പോ പെട്ടെന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. മറ്റുള്ളവരുടെ പരസഹായത്തോടെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്തി അതിനേക്കാളും ശക്തിയിൽ ബെഡിലേക്ക് വീണ്ടും വീണുപോയി. കാരണം രാത്രിയുടെ ഏതോ സമയത്ത് ഒരു സ്ട്രോക്കിലൂടെ നമ്മുടെ ശരീരം നിശ്ചലമായി. പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മാസങ്ങൾക്ക് ശേഷം ഒരു നിശ്ചലമായ ശരീരത്തിലേക്ക്, കാരണം ഏതെങ്കിലും ഹോട്ടലിലേക്ക് നമ്മുടെ 2 വീലറോ അല്ലെങ്കിൽ കാറോ എന്ന് നിർത്തിയിട്ട് ഹോട്ടലിൽ കയറി രുചികരമായ ഭക്ഷണം കഴിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും, പ്രിയമുള്ളവരെ, അത്തരം അവസരങ്ങളിൽ സ്വന്തം ഭാര്യ ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരു ലിക്വിഡ് പോലെ ആക്കിയതിനു ശേഷം വീണ്ടും ഒരു ചെറിയ ബോട്ടലിലേക്ക് ഇട്ടിട്ട് ആ ബോട്ടലിന്റെ അറ്റത്തെ ട്യൂബിലൂടെ ഇറ്റിച്ച് വീഴുന്ന ഭക്ഷണം നമ്മുടെ മൂക്കിലൂടെ കടത്തിവിട്ട് നമ്മുടെ ഉദരത്തിലേക്ക് എത്തിയിട്ട് രുചി എന്തെന്നറിയാതെ, ടേസ്റ്റ് എന്തെന്നറിയാതെ 10,000-കണക്കിന് മനുഷ്യർ ജീവിക്കുമ്പോ ഈ ആരോഗ്യം അല്ലാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. പ്രിയമുള്ളവരെ, എത്രയോ സഹോദരങ്ങളാണ് നാം ഈ മസ്ജിദിലേക്ക് വരുമ്പോഴും നമ്മുടെ വസ്ത്രം അയൺ ചെയ്ത് നാം വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് അല്ലാഹുവിൻ്റെ ഈ മസ്ജിദിലേക്ക് വന്നു. ശരീരം തളർന്നുപോയ എത്രയോ സഹോദരങ്ങളാണ്, അവർക്ക് സ്വന്തം ശരീരത്തിലെ വസ്ത്രം എടുത്തു ധരിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ, ഇഷ്ടമുള്ള വസ്ത്രം എടുത്ത് ധരിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു വസ്ത്രം ആരൊക്കെയോ ഒന്ന് പിടിച്ച് ശരീരത്തെ ഒന്ന് മറപ്പിക്കുന്ന 10,000-കണക്കിന് മനുഷ്യർ നമുക്ക് ചുറ്റും ജീവിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ സിഹ്ഹത്തിനെ കുറിച്ച് നാളെ പരലോകത്ത് അല്ലാഹു ചോദിക്കും. അല്ലാഹു നമുക്ക് നൽകിയ ഈ അനുഗ്രഹത്തെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കും. നാളെ പരലോകത്ത് ഓരോ സത്യവിശ്വാസിയും പുനരുദ്ധാന നാളിൽ ഈ ആരോഗ്യവും ഈ ആയുസ്സും അല്ലാഹു നമുക്ക് നൽകിയ ഇൽമും എന്തിനു വേണ്ടിയിട്ടാണ് ചെലവഴിച്ചത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, ലാ തസൂലു ഖദമ അബ്ദി യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് ഒരു സത്യവിശ്വാസിയുടെ കാൽപാദം ചലിപ്പിക്കാൻ കഴിയുകയില്ല. ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ അഫ്നാഹ്, എൻ്റെ ആയുസ്, എൻ്റെ ആരോഗ്യം, എൻ്റെ യൗവനം ഞാൻ എന്തിനു വേണ്ടി ചെലവഴിച്ചു? അത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ അതോ തിന്മയ്ക്ക് വേണ്ടിയിട്ടാണോ? നമുക്ക് കിട്ടിയ 60-70 വർഷമാകുന്ന ഈ കാലയളവ് നാം എന്തിനു വേണ്ടി ജീവിച്ചു, എന്തിനു വേണ്ടി നാം നശിപ്പിച്ചു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ചോദ്യത്തിന് ഉത്തരം പറയാതെ, ലാ തസൂലു ഖദമ അബ്ദി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഓരോ മനുഷ്യന്റെയും കാൽപാദം ചലിപ്പിക്കാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നാം മനസ്സിലാക്കേണ്ടത്, കുറച്ചു കാലം ഈ ഭൂമിയിൽ ഒരുപാട് മനുഷ്യർ, ഒരുപാട് മതസ്ഥർ, സൃഷ്ടാവിനെ അറിയാത്തവർ, അല്ലാഹുവിനെ അറിയാത്തവർ, എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നറിയാത്തവർ 60-70 വർഷം ഇവിടെ ജീവിച്ച് ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ, ഒരുപാട് സമൂഹത്തിൽ അറിയപ്പെട്ടിരുന്ന മനുഷ്യർ, അവരുടെ മരണസമയം, അവർ ഈ ലോകത്ത് നിന്ന് വേർപെടുന്ന സമയം വല്ലാത്ത അസ്വസ്ഥതകളും വെപ്രാളങ്ങളും നാം കാണുന്നുണ്ട്. അങ്ങനെ ഈ ലോകത്ത് നിന്ന് അവർ വിരാമം കുറിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ജീവിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്,
ഒരു 100 വർഷങ്ങൾ, ഒരു 100 വയസ്സ് പൂർത്തിയായ മനുഷ്യരാരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? തിരുവനന്തപുരം സിറ്റിയിൽ ചിലപ്പോൾ പരിശോധിച്ചാൽ 101, 102 വയസ്സ് ജീവിച്ചിരിക്കുന്ന 1-2 പേര് വിരലിലെണ്ണാം നമുക്കെടുക്കാൻ കഴിയും. എന്നാൽ ഒരു 100 വർഷം നാം അപ്പുറത്തേക്കൊന്ന് ചിന്തിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഒരാളും ഉണ്ടാവുകയില്ല. പുതിയൊരു തലമുറ കടന്നു വരും. നമ്മളെ ഘടികാരത്തിന്റെ സൂചി കറങ്ങുന്നത് പോലെ നാം ഈ ലോകത്ത് നിന്ന് മരണത്തിലേക്ക് പോവുകയും പുതിയൊരു തലമുറ കടന്നു വരികയും ചെയ്യും. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വലിയൊരു ചോദ്യമാണ്. 40-50 വർഷങ്ങൾക്ക് മുമ്പ് നാം ഇവിടെ ഇല്ല. 48 വയസ്സുള്ള ഞാൻ ചിന്തിക്കേണ്ടത് 49 വർഷം ഇന്ന പേരിലുള്ള ഒരു വ്യക്തി ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. അല്ലാഹുവിന്റെ ചോദ്യമാണ്, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ശൈഅൻ മസ്കൂറ. പേരെടുത്തു പറയാൻ കഴിയുന്ന, അബ്ദുള്ള എന്നും നാസർ എന്നും ജബ്ബാർ എന്നും പേരെടുത്തു പറയാൻ കഴിയുന്ന ഒരു വസ്തുവേ ആയിരുന്നിട്ടില്ലാത്ത ഒരു കാലം നിന്റെ മേൽ കഴിഞ്ഞിട്ടില്ലേ? അന്നും ഈ ആറ്റിങ്ങൽ ടൗണിൽ ബിൽഡിങ്ങുകളും കോംപ്ലക്സുകളും സ്കൂളുകളും കോളേജുകളും ഉണ്ട്. പക്ഷേ അന്ന് നാം ഈ ലോകത്തേക്ക് വന്നിട്ടില്ല. അങ്ങനെ പേരെടുത്തു പറയാവുന്ന ഒരു വസ്തുവേ ആയിരുന്നിട്ടില്ലാത്ത കാലം നിന്റെ മേൽ കഴിഞ്ഞു പോയില്ലേ? പ്രിയമുള്ളവരെ, നമ്മുടെ ഉമ്മ നമ്മെ ഈ ലോകത്തേക്ക് പ്രസവിച്ചു. നമ്മുടെ ഉപ്പ ഒരു പേരിട്ടു. 70-80 കിലോ ഭാരം വരുന്ന ഈ ശരീരവുമായി നടക്കുന്ന നമുക്ക് ഒരു പേരുണ്ട്. എപ്പോഴാണ് ആ പേര് വന്നത്? നമ്മെ പ്രസവിച്ച് നമ്മുടെ ഉമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വിടുന്നതിന് മുൻപ് നമുക്കൊരു പേര് നൽകി. അങ്ങനെ ആ പേരിൽ നാം അറിയപ്പെടുന്നു. ഞാൻ ആരാണ്? നാം എങ്ങോട്ട് പോകുന്നു? എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരൊക്കെയും തീരാ നഷ്ടത്തിലാണ്. മനുഷ്യരുടെ ജീവിതത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരെ നിങ്ങളൊക്കെയും ലാഭമുള്ള കച്ചവടമാണ് ചെയ്യുന്നതെങ്കിലും, നിങ്ങളുടെ അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപ ലാഭമുള്ള ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും, മനുഷ്യരെ നിങ്ങളൊക്കെയും നഷ്ടത്തിലാണ് എന്ന് റബ്ബ് പറഞ്ഞിട്ട് ഒരു 4 കൂട്ടരെ അല്ലാഹു ഒഴിവാക്കി പറയുന്നുണ്ട്. ഈ മനുഷ്യർ ഈ ഭൂമി ലോകത്തേക്ക് വന്ന് കുറച്ചു നാള് ജീവിച്ചതിന് ശേഷം മടങ്ങിപ്പോകുന്ന മനുഷ്യരെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, മനുഷ്യരൊക്കെയും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു, വിശ്വാസികൾ ഒഴികെ, വഅമിലുസ് സ്വാലിഹാത്തി, ആ ശരിയായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരൊഴികെ. മാത്രമല്ല വതവാസൗ ബിൽ ഹഖ്, അവർ അറിഞ്ഞ ഈ സത്യം, അവർ ഉൾക്കൊണ്ട ഈ വിശ്വാസം, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ്. നാളെ പരലോകത്തോരോ മനുഷ്യരുടെയും രക്ഷാമാർഗം ഇസ്ലാമാണ് എന്ന തിരിച്ചറിവ്, വതവാസൗ ബിൽ ഹഖ്, ഈ സത്യം അവർ മറ്റുള്ളവരോട് സതുപദേശം ചെയ്യുകയും ആ സമയത്ത് അവരിൽ നിന്നുണ്ടാകുന്ന പ്രതിഷേധങ്ങളും അവരിൽ നിന്നുണ്ടാവുന്ന അറിവില്ലായ്മകളും അത്തരം സമയത്ത് അവിവേകത്തോടു കൂടിയുള്ള പെരുമാറ്റവും ഉണ്ടാകുമ്പോ വതവാസൗ ബിസ്സബ്ർ, അവർ ക്ഷമയോടെ, അവർ സഹനതയോടുകൂടി അവരുടെ പ്രബോധന ദൗത്യം അവർ നിർവഹിക്കും. ഇവിടെ അല്ലാഹു മനുഷ്യരെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞത് വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരൊക്കെയും തീരാ നഷ്ടത്തിലാണെന്ന് അല്ലാഹു പറഞ്ഞിട്ട് ഒന്നാമത്തെ വിഭാഗത്തെ കുറിച്ച് പറഞ്ഞത് ഇല്ലല്ലദീന ആമനു, വിശ്വാസികൾ ഒഴികെ. പ്രിയമുള്ളവരെ, ഈ വിശ്വാസം എന്ന് പറയുന്നത്, ഈ ഹിദായത്ത് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യം ഉണ്ടാകുന്നതിനേക്കാൾ, ഉന്നതമായ ഒരു നേതാവിന്റെ പരിവേഷം നമുക്കിവിടെ ഉണ്ടാകുന്നതിനേക്കാൾ, ഈ ലോകത്ത് കുറച്ചു നാളാണ് നാം ജീവിക്കുന്നതെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഹിദായത്താണ്, സന്മാർഗ ബോധനമാണ്. നമ്മുടെ സമ്പത്തിനെ കുറിച്ചൊന്ന് ചിന്തിക്കുക.
നമ്മുടെ അയൽവാസികളും നമ്മുടെ പരിസരവാസികളുമായ സത്യവിശ്വാസികൾക്കും സത്യനിഷേധികൾക്കും അള്ളാഹുവിന് ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും സമ്പത്തും സൗഭാഗ്യങ്ങളും റബ്ബ് വാരി വിതറിക്കൊടുക്കും. എന്നാൽ ഹിദായത്ത് അങ്ങനെയല്ല. ഹിദായത്ത് റബ്ബ് ഇഷ്ടപ്പെടുന്നവർക്കാണ്. അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണ് ഹിദായത്ത് ലഭിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയേറെ ആഗ്രഹിച്ചു തന്റെ പിതൃവ്യൻ ശത്രുക്കൾ തന്നെ ഉപദ്രവിക്കാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രബോധന കർമ്മത്തിൽ നിർഭയത്വത്തോടുകൂടി പ്രവാചകന് സഞ്ചരിക്കാൻ കഴിഞ്ഞത് പ്രവാചകന്റെ പിതൃവ്യനായ അബൂ താലിബിന്റെ സംരക്ഷണമായിരുന്നു. പക്ഷേ അബൂ താലിബിന് അല്ലാഹു ഹിദായത്ത് നൽകിയിട്ടുണ്ടായിരുന്നില്ല. മരണാസന്നമായ സമയത്ത് അബൂ താലിബിന്റെ ശരീരം പിടിച്ചു കുലുക്കിക്കൊണ്ട് പറഞ്ഞു, ഉപ്പ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊന്ന് പറയുക, നാളെ പരലോകത്തിന്റെ ഉപ്പയ്ക്ക് സ്വർഗത്തിനു വേണ്ടി എനിക്ക് വാദിക്കാം. എന്നാൽ ആ പിതൃവ്യൻ അത് പറഞ്ഞില്ല. ആ സമയത്ത് അബൂ താലിബിന്റെ കൂട്ടുകാർ, അബൂ താലിബ്, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം അബ്ദുൽ മുത്തലിബിന്റെ മാർഗം വിട്ടിട്ട് പേരക്കുട്ടിയായ മുഹമ്മദിന്റെ പുതിയ മതത്തിലേക്ക് നിങ്ങൾ മാറരുത്. നിങ്ങൾ ആ വിശ്വാസം ഉൾക്കൊള്ളരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറഞ്ഞു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നബിയെ, അങ്ങ് സ്നേഹിക്കുന്നവർക്കല്ല, അങ്ങ് ഇഷ്ടപ്പെടുന്നവർക്കല്ല ഹിദായത്ത് കൊടുക്കുന്നത്. ഇന്നല്ലാഹ യഹ്ദീ മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് ഈ ഹിദായത്ത് എന്ന അനുഗ്രഹം അല്ലാഹു നൽകുന്നത്. വയുളില്ലു മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ വഴി പിഴപ്പിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഹിദായത്ത് എന്ത് എന്നുള്ള അനുഗ്രഹം തിരിച്ചറിയണമെങ്കിൽ സഹോദര സമുദായത്തിൽ നിന്നും ഈ പരിശുദ്ധ ദീനിൽ ഇസ്ലാം സ്വീകരിച്ച സഹോദരന്മാരുടെ ജീവിതത്തെ കുറിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുതര സമുദായങ്ങളിലൊന്നും പെടുത്താതെ ഒരു മുസ്ലിമായ മാതാപിതാക്കളിൽ ജനിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിന്റെ വക്താക്കളാക്കി. കോവിഡിന് മുമ്പ് 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു സഹോദരൻ, ഞാൻ ഇതിനു മുൻപിലിരുന്ന പള്ളിയിൽ, ആ പള്ളിയിൽ പ്രഭാത നമസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ ആ സഹോദരൻ എന്നോട് പറഞ്ഞത്, ഞാൻ 6-7 കിലോമീറ്ററുകൾക്ക് അപ്പുറത്തു നിന്നാണ് പ്രഭാത നമസ്കാരത്തിനു വേണ്ടി വണ്ടി ഓടി ഇവിടെ വരുന്നത്. ഞാൻ മറ്റൊരു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നയാളാണ്. പ്രഭാത നമസ്കാരത്തിലേക്ക് വരുമ്പോ മറ്റുതര സഹോദര സമുദായത്തിൽപ്പെട്ട പലരും അവർ രാവിലെ നടക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. അവരുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി, ഈ താൽക്കാലികമായ ലോകത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അവർ പലതും ചെയ്യുന്നുണ്ട്. പക്ഷേ അനശ്വരമായ പരലോകത്തേക്ക് വേണ്ടി അവരൊന്നും ചെയ്യുന്നില്ലല്ലോ. അവർക്കൊന്നും കിട്ടാത്ത ഹിദായത്ത് എനിക്ക് അല്ലാഹു നൽകിയല്ലോ എന്ന ആ സഹോദരൻ അവസാനം കോവിഡ് സമയത്ത് ആ സഹോദരന് കോവിഡ് ബാധിച്ചു. കോവിഡ് ബാധിച്ചിട്ട് ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ ആ സഹോദരൻ പറഞ്ഞു, എനിക്ക് വല്ലാത്ത ശ്വാസതടസ്സം അനുഭവപ്പെടുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, ജീവിതമാണ് എനിക്ക് ഹൈറെങ്കിൽ ജീവിതത്തിലേക്കും, മരണമാണ് എനിക്ക് ഹൈറെങ്കിൽ എന്നെ നീ നല്ലൊരു മരണത്തിലേക്കും പ്രവേശിപ്പിക്കണമേ എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അത് പ്രാർത്ഥന, ഈ പ്രാർത്ഥന ജീവിതത്തിന്റെ അവസാന സന്ദർഭങ്ങളിലാണ്. താങ്കൾക്ക് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടില്ലല്ലോ? ഇല്ല. ഞാൻ മരണപ്പെട്ടു പോയാലും, ഞാൻ അള്ളാഹുവിലേക്ക് എത്രയായാലും എനിക്ക് സങ്കടങ്ങളും വിഷമങ്ങളുമില്ല. കാരണം എനിക്ക് അള്ളാഹു ഹിദായത്ത് നൽകി. ഈ ഹോസ്പിറ്റലിന്റെ ഈ വെന്റിലേറ്ററിൽ ഞാൻ വല്ലാതെ ചിന്തിച്ചു പോകുന്നത്, എന്റെ റബ്ബിന് ഹിദായത്ത് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ എനിക്ക് അല്ലാഹു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കാൻ തൗഫീഖ് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനൊരു സത്യനിഷേധിയായി കൊണ്ട് മരണപ്പെടും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണെന്ന് പറഞ്ഞിട്ട് ഇല്ലല്ലദീന ആമനു, വിശ്വാസികൾ ഒഴികെ. വിശ്വാസം മാത്രമല്ല, വഅമിലുസ്സാലിഹാത്തി, അല്ലാഹു അതിനോട് ചേർത്തു പറഞ്ഞത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർ. പ്രിയമുള്ളവരെ, ഇന്ന് പ്രഭാത നമസ്കാരത്തിൽ ലോകം നിശബ്ദതയിൽ ഉറക്കത്തിലായിരുന്നപ്പോ
നാം ഒക്കെയും രാവിലെ എഴുന്നേറ്റു. നേരം വെളുക്കുന്നതിന് മുമ്പ് അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കത്തേക്കാൾ നിങ്ങൾക്ക് ഉത്തമം നമസ്കാരമാണ് എന്ന റബ്ബിന്റെ വിളി പടച്ചവൻ നമ്മെ ക്ഷണിച്ചപ്പോ ക്ഷീണത്തിൽ നിന്ന് മാറി ശരീരത്തിന്റെ വേദനകൾ മാറ്റിവെച്ച് ഉറക്കത്തിൽ നിന്ന് നാം എഴുന്നേറ്റ് റബ്ബിന്റെ മുന്നിൽ പള്ളിയിലേക്ക് പോയി നാം നമസ്കരിച്ചു. മുസ്ലിമീങ്ങളിൽ 100-ൽ 10% പേരാണ് പ്രഭാത നമസ്കാരത്തിലേക്ക് തയ്യാറാകുന്നത്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ്. കാരണം മുസ്ലിം നാമധാരികൾ എന്നറിയപ്പെടുന്ന പലരും ഉറക്കത്തിലേക്ക് ആണ്ടുപോകുമ്പോഴും പ്രഭാത നമസ്കാരത്തിന് എനിക്ക് എഴുന്നേൽക്കാനുള്ള തൗഫീഖ് തന്നത് എൻ്റെ റബ്ബ് എന്നെ സെലക്ട് ചെയ്തു. എൻ്റെ റബ്ബ് ഹിദായത്തിന്റെ മാർഗത്തിലൂടെ നല്ല കർമ്മങ്ങൾ പ്രവർത്തിക്കാനുള്ള അവസരം നൽകി. മഹത്തായ ഭാഗ്യമാണ് പ്രിയമുള്ളവരെ. ഈ അമലുസ് സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമസ്കാരം മാത്രമല്ല. എൻ്റെ കൈവശം 1 കോടി രൂപ ഒരു കൈവശമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മൊബൈലിൽ 2.5 ലക്ഷം രൂപ ടൈപ്പ് ചെയ്ത് മറ്റൊരു സക്കാത്ത് സെല്ലിലേക്ക് അയാളുടെ ധനം കൊടുക്കുമ്പോ ആ അമലുസ് സ്വാലിഹാത്ത്, അതെ, മരണാനന്തരം ഒരു ലോകമുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2-3 ആഴ്ചകൾക്ക് മുമ്പ് വിശ്വാസിയായ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ കാറ് റോഡിന്റെ ഒരു ഭാഗത്തേക്ക് ഇട്ടിട്ട് അദ്ദേഹം ഒരു വയൽ വഴി കിലോമീറ്ററുകളോളം അദ്ദേഹം യാത്ര ചെയ്തു പോകുന്നു. ഒരു വീടിന്റെ ഉള്ളിൽ രോഗികളായി കിടക്കുന്ന 2 സഹോദരന്മാർ. അദ്ദേഹത്തോടൊപ്പം ഞാനും പോകുമ്പോ ഒരു റൂമിന്റെ ഒരു ഭാഗത്ത് ഒരു സഹോദരനെ വല്ലാതെ മാനസിക വിഭ്രാന്തിയുള്ള, മാനസിക നില തകർന്നുപോയ ഒരു സഹോദരനെ ഒരു പ്രത്യേക സെല്ലിലാണ് ആ വീട്ടിലിട്ടിരിക്കുന്നത്. ആ വീട്ടുകാർക്ക് വേണ്ടുന്ന ഭക്ഷണവും മരുന്നുമായി ഈ വിശ്വാസി സഞ്ചരിക്കുന്നത് എൻ്റെ കർമ്മങ്ങൾ മരണാനന്തരം എനിക്ക് പ്രയോജനപ്പെടണം. അതാണ് ഇവിടെ അള്ളാഹു പറഞ്ഞത്, വഅമിലുസ് സ്വാലിഹാത്തി, നല്ല കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർ, വതവാസൗ ബിൽ ഹഖ്, അതിനോടൊപ്പം നാം മനസ്സിലാക്കിയ സത്യം, നാം തിരിച്ചറിഞ്ഞ ഈ ഹിദായത്ത്, അള്ളാഹു മാത്രമാണ് ആരാധ്യൻ, അള്ളാഹുവിനോട് മാത്രമാണ് നാം പ്രാർത്ഥിക്കേണ്ടത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായി. ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മസ്ജിദിലേക്ക് വന്ന് ഈ ഖുത്ബ നാം ശ്രവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ വെളിച്ചം കിട്ടാത്തവർ, ഈ പ്രകാശം കിട്ടാത്തവർ, ഈ സമാധാനത്തിന്റെ ശാന്തി നഷ്ടപ്പെട്ടു പോയവരെ കുറിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിർജീവമായ പോയവർ എന്നാണ്. വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത്, ജീവനുള്ളവരും മരണപ്പെട്ടവരും സമമാവുകയില്ല. ഒരു ഹിദായത്ത് കിട്ടിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം റബ്ബ് അല്ലാഹു മാത്രമാണ്, അവനോട് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടതെന്ന് തിരിച്ചറിവ് വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ജീവനുള്ളൊരു വ്യക്തിയാണ്. ഈ വെളിച്ചം കിട്ടാത്ത മനുഷ്യർക്ക് നാം ഈ ഹിദായത്തിന്റെ വെളിച്ചം എത്തിക്കേണ്ടത് പണ്ഡിതന്മാരുടെ ധർമ്മമല്ല, നാം ഓരോരുത്തരുടെയും ധർമ്മമാണ്. നാം ഓരോരുത്തരും പ്രബോധകരും പ്രചാരകരുമാകണം. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനമായി നടത്തിയ ഹജ്ജത്തുൽ വദാഇലെ പ്രഭാഷണത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇവിടെ ഹാജരുള്ളവർ ബല്ലിഗുശ് ഷാഹിദുൽ ഗായിബ്, ഇവിടെ ഹാജരുള്ളവർ അത് ഹാജരില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. പ്രവാചകന്മാരുടെ പരമ്പരയിൽ ഞങ്ങൾ കടന്നു വന്നു, ഞാൻ അവസാനത്തെ പ്രവാചകനാണ്. ഇന്നത്തോടു കൂടിയിട്ട് അഥവാ ഈ പ്രവാചക ദൗത്യം എന്നോടുകൂടി പൂർത്തിയാകുന്നു. അതുകൊണ്ട് ഈ ദൗത്യം നിങ്ങളിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. നാം മനസ്സിലാക്കേണ്ടത്, ആ ഹജ്ജത്തുൽ വദാഇന്റെ അവസാനമായി നിർവഹിച്ച ഹജ്ജിൽ 1 ലക്ഷത്തോളം സ്വഹാബിമാരുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ആ 1 ലക്ഷത്തോളം വരുന്ന സ്വഹാബികൾ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പായക്കപ്പലുകളിൽ രാത്രിയിൽ ചന്ദ്രനെ നോക്കിയും പകലിൽ സൂര്യനെ നോക്കിയും ദിശ നിർണയിച്ചുകൊണ്ട് ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ സന്ദേശവുമായി അവർ പ്രബോധകരും പ്രചാരകരുമായി പോയി. കേരളത്തിൽ ജീവിക്കുന്ന നാം ചിന്തിക്കേണ്ടത്, പ്രവാചകന്റെ ആ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിന്റെ പ്രബോധകരായി പായക്കപ്പലിൽ കേരളത്തിന്റെ, അതായത് കൊടുങ്ങല്ലൂരിൽ ഇസ്ലാമിന്റെ പ്രബോധകരായ റസൂലിന്റെ സ്വഹാബത്ത് കടന്നു വന്നു.
ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശവുമായി അവർ മനുഷ്യരിലേക്ക് കടന്നു വന്നു. നമ്മുടെ പൂർവികരായ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ബഹുദൈവ ആരാധനയിൽ ജീവിച്ചിരുന്നപ്പോൾ അവരുടെ സരള